അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക്, പരലോക നാളിൽ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന ഒരു മനുഷ്യൻ്റെ ദൃഢനിശ്ചയത്തിൽ നിന്നാണ് തഖ്വ രൂപപ്പെട്ടു വരിക. ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം കുടികൊള്ളുന്നത്, എന്നിൽ നിന്ന് മറ്റൊരാൾക്കും ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അതായത് നാളെ പരലോക നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കെതിരെ പരാതിക്കാരും ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ അയൽവക്കക്കാർ, എന്നോടൊപ്പം യാത്ര ചെയ്ത മനുഷ്യർ, എന്തിനേറെ ഇവിടെയുള്ളൊരു പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും പോലും നാളെ പരലോക നാളിൽ എനിക്കെതിരെ ആവലാതി പറഞ്ഞ് റബ്ബിൻ്റെ അടുക്കൽ വരാൻ പാടില്ല. ഇതാണ് സംഗതി. ഇപ്പോൾ ഒരാളെയും ഞാൻ ജീവിതത്തിൽ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നതിൻ്റെ പേരാണ് തഖ്വ. ഇതാണ് പ്രവാചകന്മാരായ പ്രവാചകന്മാരെല്ലാം ജനങ്ങളെ പഠിപ്പിച്ചത്.